ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ആളാരാണ്? ദൈവമാണ്. ദോഷമായിട്ട് ഒന്നും നമ്മുടെ താതൻ ചെയ്യുകയില്ല. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ദിനംതോറും വഴി നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എണീക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ എണീക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരു ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഓരോ ദിവസത്തിൽ ഒരു നിമിഷം എൻ്റെ ദൈവത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃപ, അതിൻ്റെ ആ കഴിവ് നൽകിത്തരുന്ന ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവം നമുക്ക് കഴിവ് നൽകി തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് നമ്മൾ തന്നെ ഒന്ന് നോക്കിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ആർക്കാണ് ഒന്നാം സ്ഥാനം നൽകി കൊടുക്കേണ്ടത്? ദൈവത്തിനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ കുറച്ച് നേരം എടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം. അതൊരു 15 വയസ്സ് മുതൽ അറിവായ കുഞ്ഞുങ്ങൾ, എത്ര ഏജ് വരെയുള്ളവരും അത് ചെയ്യേണ്ടുന്ന കാര്യമാണ്. കൊച്ചു പൈതങ്ങളെ നമ്മൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം, ആത്മീയതയിലും ഭൗതികതയിലും. എന്നാൽ ഒരു 15 വയസ്സിന് ശേഷം ആത്മീയതയിലും ഭൗതികതയിലും നമ്മൾ തന്നെ മുന്നേറി ജീവിക്കേണ്ടുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതോടൊപ്പം ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി കൊടുക്കണം. ദൈവവചനം വായിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവസന്നിധി കടന്നു പോകണം, ദൈവവചനം വായിക്കണം, കേൾക്കണം. ഇതൊക്കെ ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതിനുള്ള ജ്ഞാനത്താൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ദൈവം നമുക്ക് ന്യായം പാലിച്ചു തരുന്ന ആളാണ്, നീതി പാലിച്ചു തരുന്നതാണ്, കരുണ തരുന്ന ആളാണ്, കൃപ തരുന്നതാണ്. രോഗത്തിന് വിടുതൽ നൽകിത്തരും. ദൂതന്മാരെ കാർന്നിർത്തും, രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കും. നമ്മളുടെ കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവവചനം വായിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവകുഞ്ഞുങ്ങളായിട്ട് തീർന്ന് നിങ്ങൾ മുമ്പോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് കാര്യമാണോ അത് തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നൽകിത്തരും. നിങ്ങൾക്ക് എന്താണ് ആവശ്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കത്തുള്ളൂ. പഠിക്കാതെ നിങ്ങൾ ജയിക്കത്തില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ബൈബിൾ വായിക്കുകയും ഒരു സ്റ്റഡി നിങ്ങൾ തന്നെ നടത്തുകയും ചെയ്യണം. അത് നിങ്ങൾ തന്നെ വായിച്ചത് മനസ്സിലാക്കണം. നിങ്ങളുടെ പാഠഭാഗങ്ങൾ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ അതിലുപരിയായി ഒന്നാം സ്ഥാനം ദൈവവചനത്തിന് കൊടുക്കണം. അത് ദൈവവചനം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവരൊക്കെയും നല്ല സ്ഥാനങ്ങൾ, ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള എത്രയോ പേരുണ്ടെന്നറിയാം. നിങ്ങളെ ഉയർത്താനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അപ്പോൾ വേണ്ടുന്ന നന്മകളാൽ നിറയ്ക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ഓരോ ദിവസവും നമ്മൾ തെറ്റും കുറ്റവും കുറവുകളും ഇല്ലാത്തവർ ആരുമില്ല. കർത്താവേ, ഞാനിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കണം. ആ ക്ഷമ പ്രാപിച്ചതിന് ശേഷം വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ എല്ലാവരും നിറയ്ക്കട്ടെ. സ്തോത്രം എന്ന യാഗം നിങ്ങൾ അർപ്പിച്ച് ജീവിക്കണം. സ്തുതി സ്തോത്ര യാഗങ്ങൾ നിങ്ങൾ അർപ്പിക്കണം. കർത്താവിൻ്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഭാഷ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എത്ര മാത്രം നിങ്ങൾക്ക് പറയാവോ അത്രയേ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കണം. എത്ര നേരം നിങ്ങൾക്ക് ആരാധിക്കാവോ. നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം നല്ല പാട്ടുകളൊക്കെ പാടി അങ്ങോട്ട് ആരാധിക്കണം. ഒരു വർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്.
അതേപോലെ കൂട്ടമായിട്ട് ചേർന്ന് കൈ കോർത്ത് പിടിച്ച് ഓരോ വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ച് നിങ്ങൾ വിടുതലെടുക്കണം. നിങ്ങളെല്ലാവരും കൂട്ടമായിട്ട് ഇരുന്ന് നിങ്ങൾ വചനം വായിക്കണം, അതിൽ ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് അറിയാവുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമേ ഉണ്ടാവൂ. അവളുടെ കർത്താവിനെക്കുറിച്ച് നിങ്ങൾ പറയാൻ പറ്റുന്നവരോട് നിങ്ങൾ പറയണം. അപ്പം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കും, ജയത്തോടെ നടത്തും. എന്നെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു.